അർപ്പിക്കുന്നിതാ ജീവിതം ഭഗവതീ നിൻ പാദപത്മങ്ങളിൽ കേൾപ്പിക്കാം പല കീർത്തനങ്ങളുമഹോ നിൻ പ്രീതി വായ്പിക്കുവാൻ അല്പം നീ കനിവേകിടേണമിതിനായി അല്ലായിലേകാകിയായി നിൽപ്പാനുള്ള മരുന്നു ഞാൻ കരുതിയില്ലമ്മേ പരമേ ഭയം. ദേവീ ശരണം. അമ്മേ സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് സുസ്വാഗതം. നവമസ്കന്ധത്തിലെ 29ാമത്തെ അധ്യായമാണ് നാം ഇന്നലെ അവലോകനം ചെയ്ത് സമർപ്പിച്ചത്. ദാനങ്ങളും ദാനങ്ങളുടെ ഫലങ്ങളെയും കുറിച്ച് സാവിത്രി ചോദിച്ചതനുസരിച്ച് യമധർമ്മൻ പറയുന്നതായിട്ടുള്ള ഭാഗങ്ങളെ നാം ശ്രമിച്ചു വരുന്നു. നാനാദാനഫലങ്ങളെക്കുറിച്ച് വീണ്ടും അടുത്ത 30ാമത്തെ അധ്യായത്തിൽ തുടർന്നു കൊണ്ടുപോകുന്നു. സാവിത്രി ദേവി ചോദിക്കുകയാണ്, പ്രയാന്തി സ്വർഗമന്യം ചയേനൈവ കർമ്മണായമാ മാനവാ പുണ്യവന്തശ്ച തന്മേ വ്യാഖ്യാതുമർഹസി. ഹേ ധർമ്മരാജൻ, ഏതെല്ലാം കർമ്മങ്ങൾ നിമിത്തമാണ് സ്വർഗത്തേക്കും മറ്റു ലോകങ്ങളിലേക്കും പുണ്യം ചെയ്ത മനുഷ്യർ പോകുന്നത് എന്നുള്ളതിനെ എനിക്ക് വിശദമായിട്ട് ദയവ് ചെയ്ത് അവിടെ നിന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം ഇവിടെ ആരംഭിക്കുന്നത്. കേട്ട ധർമ്മരാജൻ അതിനെ പറ്റിയിട്ട് വിശദമായിട്ട് വളരെ ദീർഘമായിട്ടുള്ള ഒരു അധ്യായമാണത്. അതിനെ പറഞ്ഞുകൊണ്ടുപോകുകയാണ്. ബ്രാഹ്മണന് അന്നദാനം ചെയ്യുന്നവൻ എത്ര അന്നമുണ്ടോ അത്രയും വർഷം ശിവലോകത്ത് പൂജിക്കപ്പെടുന്നവനായിട്ട് ഭവിക്കും. മഹാദാനമായ അന്നദാനം മറ്റുള്ളവർക്ക് കൂടി ചെയ്യുന്നവൻ അന്നം എത്രയുണ്ടോ അത്രയും വർഷം ശിവലോകത്ത് പൂജിതനായിത്തീരും. അന്നദാനാൽ പരം ദാനം ന ഭൂതം ന ഭവിഷ്യതി നാത്ര പാത്രപരീക്ഷാസ്യാൽ ന കാലനിയമക്വജിൽ. അന്നദാനത്തെക്കാൾ ശ്രേഷ്ഠമായ ഒരു ദാനം ഉണ്ടായിട്ടില്ല, ഉണ്ടാകുകയുമില്ല. ആർക്ക് കൊടുക്കണമെന്നോ എപ്പോൾ കൊടുക്കണമെന്നോ ഉള്ള ഒരു നിയമവും ഈ അന്നദാനത്തിന് നോക്കേണ്ടതായിട്ടില്ല. ദേവന്മാർക്കോ ബ്രാഹ്മണന്മാർക്കോ ആസനം ദാനം ചെയ്യുന്നവൻ 10,000 വർഷം വിഷ്ണുലോകത്ത് പൂജിക്കപ്പെടും. കറവപ്പശുവിനെ പശുക്കുട്ടിയടക്കം വിപ്രന് ദാനം ചെയ്യുന്നവന് ആ പശുവിൻ്റെ ശരീരത്തിൽ എത്ര രോമങ്ങളുണ്ടോ അത്രയും വർഷം വിഷ്ണുലോകത്തിൽ ഇരിക്കാം. പുണ്യ ദിനങ്ങളിലാണ് ഈ ദാനം ചെയ്യുന്നത് എങ്കിൽ 4 ഇരട്ടി ഫലം കിട്ടും. തീർത്ഥസ്ഥാനത്ത് വെച്ചാണ് ഈ ഗോദാനം, ഇതിനെയാണ് ഗോദാനം എന്ന് പറയുക, അത് ചെയ്യുന്നത് എങ്കിൽ 100 ഇരട്ടി ഫലമുണ്ട്. വിഷ്ണു ക്ഷേത്രങ്ങളിൽ വെച്ചാണ് ഈ ഗോദാനം ചെയ്യുന്നത് എങ്കിൽ ഗുണം 1 കോടി ആണ്. ബ്രാഹ്മണന് ഗോവിനെ ദാനം ചെയ്യുന്നതാണ് അവിടെ മുമ്പ് പറഞ്ഞത്. ഇനി കാളയെ ഋഷഭത്തെ ദാനം ചെയ്യുന്നവൻ 10,000 വർഷം ചന്ദ്രലോകത്ത് പൂജിക്കപ്പെടും. എരുമയെ ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുന്നവന് അതിൻ്റെ ശരീരത്തിൽ എത്ര രോമങ്ങളുണ്ടോ അത്രയും വർഷം വിഷ്ണുലോകത്ത് പൂജിതനായി കഴിഞ്ഞുകൂടാം. മനോഹരമായിട്ടുള്ള വെൺകൊട്ടക്കുട ബ്രാഹ്മണന് ദാനം ചെയ്യുന്നവൻ 10,000 വർഷം വരുണലോകത്ത് പൂജിക്കപ്പെടും. അംഗവൈകല്യമുള്ള ബ്രാഹ്മണന് വസ്ത്രങ്ങള മുതലായവ ദാനം ചെയ്യുന്നവൻ വായുലോകത്ത് 10,000 വർഷം പൂജിക്കപ്പെടും. ആ വസ്ത്രസഹിതം സാളഗ്രാമമാണ് കൂടി ദാനം ചെയ്യുന്നവൻ ആദിത്യചന്ദ്രന്മാരുള്ളിടത്തോളം കാലം വിഷ്ണുലോകത്ത് വൈകുണ്ഠത്ത് പൂജിക്കപ്പെടും. ശയിക്കാനുള്ള ശയ്യ കിടക്ക ബ്രാഹ്മണന് ദാനം ചെയ്യുന്നവന് ആദിത്യചന്ദ്രന്മാരുള്ള കാലം വരെ ചന്ദ്രലോകത്ത് പൂജിക്കപ്പെടും. ദീപം വിളക്ക് ദാനമായിട്ട് കൊടുത്താൽ ബ്രാഹ്മണന് മന്വന്തരക്കാലം അഗ്നിദേവന്റെ ലോകത്ത് സംപൂജ്യനായിട്ട് ഭവിക്കും.
ആനയെ ഗജത്തെ ദാനം ചെയ്യുന്ന മനുഷ്യൻ ഇന്ദ്രനുള്ളിടത്തോളം കാലം ഇന്ദ്രന്റെ അർദ്ധ ആസനത്തിൽ അവിടെ ഇന്ദ്രലോകത്ത് കൂടും. അശ്വത്തെ ദാനം ചെയ്യുന്നവൻ ബ്രാഹ്മണന് മന്വന്തരക്കാലം വരണലോകത്ത് സുഖമായിട്ട് കഴിയാം. ഇരുന്നു പോകാൻ പല്ലക്കുണ്ടാക്കി ബ്രാഹ്മണന് ദാനം ചെയ്യുന്നവൻ 14 ഇന്ദ്രന്മാരുടെ കാലം ഒരു കൽപ്പം വരണലോകത്ത് സുഖം കഴിയാം. ഉത്തമമായിട്ടുള്ള ഫലവൃക്ഷത്തെയാണ് ബ്രാഹ്മണന് നൽകുന്നത് എങ്കിൽ മന്വന്തരകാലം വായുലോകത്ത് പൂജിതനായി കഴിയാം. വെഞ്ചാമരം ബ്രാഹ്മണന് ദാനം നൽകുന്ന സമയത്ത് 10,000 വർഷം വായുലോകത്ത് പൂജിക്കപ്പെടും. ഈ അധ്യായം ഇതൊക്കെ തന്നെയാണ് കേട്ടോ. എല്ലാം ദാനങ്ങളെപ്പറ്റിയാണ് പറഞ്ഞുകൊണ്ടുപോകുന്നത്. ധാന്യവും രത്നവും വിപ്രന് ദാനം ചെയ്യുന്നവൻ വിദ്വാനായിട്ട് ചിരഞ്ജീവിയായിത്തീരും. കൊടുത്തവനും വാങ്ങിയവനും വൈകുണ്ഠം പ്രാപിക്കാം. നാമ സദാ ജപിക്കുന്ന മനുഷ്യനാണ് ചിരഞ്ജീവി. മൃത്യു അവനെ പേടിച്ചോടുമെന്ന് പറയുക. ആരാണോ ഹരിയുടെ നാമം ജപിക്കുന്നത് അവൻ ചിരഞ്ജീവിയായിട്ട് ഭവിക്കും. വെളുത്തവാവിൻ്റെ ദിവസം കാലത്ത് ഭാരതത്തിലെ ഡോളോത്സവം നടത്തുന്നവന് ജീവൻ മുക്തം ആയിട്ട് ഭവിക്കും. അതേമാതിരി ഉത്രം നാളിൽ ഡോളോത്സവം നടത്തിയാൽ അതിൻ്റെ ഫലം ഇരട്ടിയാണ് എന്ന് ബ്രഹ്മാവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. എള്ള ദാനം ചെയ്യുന്നത് എത്ര എള്ളുമണികളുണ്ടോ അത്രയും വർഷം ശിവലോകത്ത് സുഖമായിട്ട് കഴിയാം. പിന്നീട് ഉന്നതമായിട്ടുള്ള കുലങ്ങളിൽ വന്ന് ജനിച്ച് ചിരഞ്ജീവിയായി സുഖമായിട്ട് ഭവിക്കും. ചെമ്പുപാത്രത്തിൽ ദാനം ചെയ്താൽ ഇരട്ടി ഫലം ലഭിക്കും. എന്താ ഈ എള്ള? കന്യകയെ വസ്ത്രാഭരണാദികൾ അണിയിച്ച ബ്രാഹ്മണന് നൽകുന്നവൻ 14 ഇന്ദ്രന്മാരുടെ, അതായത് ഒരു കൽപ്പകാലത്തോളം ചന്ദ്രലോകത്ത് പൂജിക്കപ്പെടും. അതിനുശേഷം ഗന്ധർവലോകത്ത് ചെന്ന് 10,000 വർഷം ഉർവശിയോടൊത്ത രാപകൽ സസന്തോഷം രമിച്ചു വാഴാം. പിന്നെ 1000 ജന്മങ്ങളിൽ അവന് സുന്ദരിയും പതിവ്രതയും സൗഭാഗ്യവതിയും പ്രിയഭാഷിണിയുമായ പത്നിയെ ലഭിക്കും. ഇതൊക്കെ എഴുതിയിട്ടുള്ളതാണ് കേട്ടോ നമ്മുടെ ഗ്രന്ഥങ്ങളിലും. സൂചിപ്പിച്ചു പോണെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി വേറെ ചിലത് പറയാനുള്ളതൊന്നും ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കണില്ല. നല്ല പഴുത്ത ഫലം ബ്രാഹ്മണന് നൽകുന്നവൻ എത്രയാണോ നൽകിയത് അത്രയും വർഷം ഇന്ദ്രലോകത്ത് സുഖമായിട്ട് വസിക്കും. ഉത്തമ ഫലവൃക്ഷങ്ങൾ 1000 എണ്ണം ദാനം ചെയ്താലോ അത് അല്ലെങ്കിൽ ആ വൃക്ഷങ്ങളിലുള്ള ആ ഫലങ്ങളെ ബ്രാഹ്മണന് ദാനം ചെയ്താൽ ദീർഘകാലം സ്വർഗത്തെ സുഖമായി വസിക്കാം. പലവിധത്തിലുള്ള സസ്യങ്ങളോടുകൂടിയ വിസ്തൃതമായിട്ടുള്ള ഗൃഹം ബ്രാഹ്മണന് ദാനം ചെയ്യുന്നവന് 100 മന്വന്തരക്കാലം ദേവലോകത്ത് വസിക്കും. അതേമാതിരി സസ്യസമൃദ്ധവും മനോഹരവുമായ ഭൂമി പുണ്യക്ഷേത്രമായ ഭാരതത്തിലെ ഭക്തിപൂർവം ബ്രാഹ്മണന് ദാനം ചെയ്യുന്നവൻ ഒരു മന്വന്തരക്കാലം വൈകുണ്ഠത്തിൽ സുഖമായിട്ട് വസിക്കും. ധനവാനും ഐശ്വര്യവാനും ഒക്കെ ആയിത്തീരും. നല്ല തൊഴുത്തോടു കൂടിയിട്ട് ഒരു ഗ്രാമം വിപ്രന് ദാനം ചെയ്താൽ 1,00,000 മന്വന്തരം വൈകുണ്ഠത്തിൽ സുഖമായിട്ട് വസിക്കാം. അതേമാതിരി തന്നെ നല്ല പൊയ്കകൾ, വൃക്ഷങ്ങൾ, ഉത്കൃഷ്ടമായിട്ടുള്ള സസ്യങ്ങൾ, നഗരങ്ങൾ ഇതൊക്കെ ദാനം ചെയ്യുന്നവര് 10,00,000 ഇന്ദ്രന്മാരുടെ കാലത്തോളം കൈലാസത്തിൽ സുഖമായിട്ട് വസിക്കും. അല്പം കുറഞ്ഞതോ കൂടിയതോ ആയ ദേശവും 100 ഗ്രാമവും ബ്രാഹ്മണന് നൽകുന്നവൻ ദാനം ചെയ്യുന്നവന് അത് നാനാവൃക്ഷങ്ങളോട് കൂടിയതൊക്കെയാണ് എന്നുണ്ടെങ്കിൽ കോടി മന്വന്തരം വൈകുണ്ഠത്തിൽ സുഖമായിട്ട് വസിക്കുന്ന പറയണത്. അങ്ങനെ ഇതാ ആ ദാനങ്ങളുടെ മഹാത്മ്യങ്ങൾ തുടർന്നു കൊണ്ടുപോവുകയാണ്.
വലിയൊരു അധ്യായം മുഴുവൻ ദാനത്തെക്കുറിച്ച് പറഞ്ഞു പോകുന്നു. ബാക്കി ഭാഗങ്ങൾ നാളെ അവലോകനം ചെയ്യാം. ഇന്നിവിടെ തന്നെ നിർത്തുന്നു. ശ്രീ മഹാദേവ്യൈ നമഃ.